നമ്മൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഈ മെത്തഡോളജി ഓഫ് മോണ്ടിസോറി ടീച്ചിങ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് എന്താണ് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ, ആരാണ് ഇത് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചിങ് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അതിന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ നടത്തുന്നത് എങ്ങനെയാണ്. ഈ 4 ടോപ്പിക്കുകളാണ് നമ്മൾ 4 ചാപ്റ്ററുകളായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ബുക്കിൽ ആദ്യത്തെ 2 പേജിൽ കുറച്ച് മേജർ സ്കിൽസ് ഓഫ് മോണ്ടിസോറി ടീച്ചിങ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് നമുക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. എബിലിറ്റി ടു ഡു ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ അസസ്മെന്റ് യൂസിങ് സയന്റിഫിക് ടൂൾസ് അനുസരിച്ച് ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ അസസ്മെന്റ് ഓരോ പ്രായത്തിലും ഓരോ കുട്ടികൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിലേ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട്, അവരുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട്, അങ്ങനെയൊക്കെ വരുന്ന അതൊക്കെ നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ആദ്യമേ എന്ത് വേണം, നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾക്ക് എങ്ങനെയാണെന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ മിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എബിലിറ്റി ടു ഡു ഡെവലപ്മെന്റ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്സ് കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ദെൻ we come to the third point, ability to provide early childhood education in different methods. പല രീതിയിൽ നമുക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എന്തൊക്കെ രീതി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ പ്ലാൻ സ്യൂട്ടബിൾ ആക്ടിവിറ്റീസ്, പ്ലാൻ ലെസൺസ്, ദെൻ കളക്ട് ഏജ് അപ്രോപ്രിയേറ്റ് റൈംസ് ആൻഡ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഇതെല്ലാം നമ്മളിപ്പോ നിങ്ങൾ വർക്കിംഗ് ടീച്ചേഴ്സ് ആണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. എബിലിറ്റി ടു ഇംപാർട്ട് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഇങ്ങനെ ഒരു 5 പോയിന്റ് ആയിട്ടാണ് ആദ്യത്തെ സെഷനിൽ കൊടുത്തിരിക്കുന്നത്. എബിലിറ്റി ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് ന്യൂ പ്രോജക്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൽ നമ്മളുടേതായ രീതിയിൽ നമുക്ക് എന്തൊക്കെ പുതിയ പ്ലാൻ അല്ലെങ്കിൽ എന്തൊക്കെ ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുകയാണ്. ദ ഫൗണ്ടേഷൻസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. നമ്മളുടെ ഈ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ ബേസ് അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. The Montessori method of education developed by Dr. Maria Montessori is a child-centered educational approach based on scientific observations of children from birth to adulthood. അതായത് ബർത്ത് മുതൽ, ജനനം മുതൽ കുട്ടികൾ എന്താ പറയുന്ന ഒരു ടീനേജ് അല്ലേ, ശരിക്കും ഒരു 6 വയസ്സ് വരെയാണ് നമ്മൾ ചൈൽഡ്ഹുഡിൽ പറയുന്നതെങ്കിലും ആ ഒരു പ്രായം വരെയുള്ള കുട്ടികളിൽ നിന്ന് അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്, കുട്ടി കേന്ദ്രീകൃതമായ രീതിയിൽ ഒരു മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ രൂപപ്പെടുത്തിയെടുത്ത വ്യക്തിയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. അതുകൊണ്ടാണ് ഈ മെത്തേഡിന് അവരുടെ പേര് കൊടുത്തിരിക്കുന്നത് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. So, Dr. Montessori's method has been tested with over 100 years of success in diverse cultures throughout the world. നമ്മളുടെ ഈ ലോകം മുഴുവനിലും പല രീതിയിലും 100 വർഷങ്ങൾക്ക് മുകളിൽ തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ച് സക്സസ് ആയതാണ്. കാരണം ഇതിലൊന്നും എന്താ പറയുന്നത്, കുട്ടി കേന്ദ്രീകൃതമാണ്. അതായത് ഒരു കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത്. അല്ലാതെ ഒരു കരിക്കുലം ഉണ്ടാക്കി വെച്ചിട്ട് അതെല്ലാ പിള്ളേർക്കും കൊടുത്തിട്ട് കാര്യമില്ല. ഓരോ കുട്ടികളുടെയും അഭിരുചിക്ക് അനുസരിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ കുട്ടികളെ നമുക്ക് നല്ലൊരു തലമുറയിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്ന അവരുടെ ഫുൾ എഫേർട്ടും അല്ലെങ്കിൽ അവരുടെ മാക്സിമം അവർക്ക് ഔട്ട്പുട്ട് തരുന്ന രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി പഠിപ്പിക്കുന്നത്. ദ മോണ്ടിസോറി അപ്രോച്ച് ഈസ് പോസിബിളി ബെസ്റ്റ് നോൺ ടുഡേ ഫോർ ദ കോൺട്രിബ്യൂഷൻ ഇറ്റ് മേക്സ് ടു അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ത്രൂ ദ സെൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ് ദാറ്റ് ആർ ടുഡേ റെഫേർഡ് ടു ആസ് എഡ്യൂക്കേഷണൽ ടോയ്സ്. അപ്പൊ ഇന്ന് നമ്മൾ കുറെ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ അപ്പാരറ്റസ് എന്ന് പറയാറുണ്ട്, ടൂൾസ് പറയാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം ടൈപ്പ് ടൂൾസുകൾ, ടോയ് പോലെയുള്ള ടൂൾസുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ, ഇവര് പറയുന്നത് ഇങ്ങനെയാണ്, ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത് ഇങ്ങനെയാണ്, കുട്ടികൾ ഇതെല്ലാം തൊട്ട് അറിഞ്ഞ് അവര് വേണം അതിൽ എന്താ പറയുന്നത്, ഇപ്പൊ ചിലപ്പോൾ ഡിസോർഡർ ആയി കിടക്കുന്ന സംഭവങ്ങൾ ഓർഡർ ആക്കുക. അതൊക്കെ കൊണ്ടാണ് നമ്മളുടെ പ്രാക്ടിക്കൽ സെഷനിൽ നമ്മൾ അങ്ങനെയുള്ളത് അധികം ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ തരുന്ന അസൈൻമെന്റിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരാറുണ്ട്.
അപ്പോൾ ആ ടോയ്സിലൂടെ ഇവർ തൊട്ട് അറിയുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സെൻസ് ഓർഗൻസിലൂടെ അല്ലെങ്കിൽ സെൻസ് ചെയ്യുക, അതിലൂടെ അവർ ലേണിംഗ് മെറ്റീരിയൽസിലൂടെ അവർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ മോണ്ടിസോറി മെത്തേഡിൽ പറയാനുള്ളത്. സോ ദിസ് യൂണിറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് an overview of the historical background, aims, philosophy and principles of Montessori education. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എയിംസ്, ഫിലോസഫി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ അതൊക്കെയാണ് നോക്കണം. എന്താണ് ലക്ഷ്യം, എന്തൊക്കെയാണ് ഇതിന്റെ ഫിലോസഫി, എന്താണ് ഇതിന്റെ തത്വങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദ കീ കോൺസെപ്റ്റ്സ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ, ദ ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ, ചൈൽഡ് ആൻഡ് ഫേവറബിൾ എൻവയോൺമെന്റ് ആർ ഓൾസോ ഡിസ്കസ്ഡ് ഇൻ ദ യൂണിറ്റ്. അതേപോലെ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ് ടീച്ചറും കുട്ടിയും അവരായിരിക്കുന്ന എൻവയോൺമെന്റും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിനെയാണ് ഇവിടെ ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ടീച്ചറും കുട്ടിയും അവരായിരിക്കുന്ന എൻവയോൺമെന്റും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. അതേപോലെ കുട്ടികൾക്ക് മോണ്ടിസോറി ടീച്ചിങ്ങിലൂടെ എങ്ങനെയാണ്, അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ടോയ്സ് അല്ലെങ്കിൽ ടൂൾസ്, അപ്പാരറ്റസ് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ഇനി ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് മരിയ മോണ്ടിസോറിനെ പരിചയപ്പെടാം. ഇദ്ദേഹമാണ് മരിയ മോണ്ടിസോറി. ഈ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഫോട്ടോ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് മരിയ മോണ്ടിസോറി. ഡോക്ടർ മരിയ മോണ്ടിസോറി ഇസ് ദ ഫൗണ്ടർ ഓഫ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു അദ്ദേഹമാണ് ഫൗണ്ടർ എന്നുള്ളത്. ഷീ വാസ് ആൻ ഇറ്റാലിയൻ ഫിസിഷ്യൻ, എഡ്യൂക്കേറ്റർ ആൻഡ് ഇന്നോവേറ്റർ, അക്ലൈംഡ് for her educational method that builds on the way children naturally learn. ഓൾറെഡി നമ്മൾ പറഞ്ഞു കുട്ടികൾ സ്വാഭാവികമായിട്ട് പഠിക്കണം, അവർക്ക് എന്തിനോടാണ് അഭിരുചി അതിലൂടെ അവർ പഠിച്ചു വരണം എന്നുള്ളതായിരുന്നു ഈ മരിയ മോണ്ടിസോറി ഇംപ്ലിമെന്റ് ചെയ്ത മെത്തേഡ്. ഷീ ഓപ്പൺ ദ ഫസ്റ്റ് മോണ്ടിസോറി സ്കൂൾ, ദ കാസെ ഡേ ബാംബിനി ഓർ ചിൽഡ്രൻസ് ഹൗസ്. പേരാട്ടോ അവർ ഓപ്പൺ ചെയ്ത പ്ലേ സ്കൂളിന്റെ പേരാണ്, അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളിന്റെ പേരാണ് ദ കാസെ ഡേ ബാംബിനി ഇൻ ഓർ ചിൽഡ്രൻസ് ഹോം. റോമിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓൺ 6 ജാനുവരി 1907. 1907 റോമില് ആണ് ഇവർ ആദ്യമായിട്ട് ഈ മോണ്ടിസോറി സ്കൂൾ തുടങ്ങുന്നത്. സബ്സിക്വന്റ്ലി ഷീ ട്രാവൽഡ് വേൾഡ് വൈഡ് ആൻഡ് റോട്ട് extensively about her approach to education, attracting many devotees. There are now more than 22,000 Montessori schools and at least 110 countries worldwide. അദ്ദേഹം അതിനുശേഷം ഇവര് രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഈ എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രബന്ധങ്ങളൊക്കെ എഴുതി. അപ്പൊ അതിന് ഫോളോവേഴ്സ് കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ലോകത്തിലാകമാനം ഒരു 110 രാജ്യങ്ങളിലായി 22,000-ൽ പരം മോണ്ടിസോറി സ്കൂൾസ് ഉണ്ട്. Maria Montessori was born on 31st August 1870 in the provincial town of ചിറാവലെ, ഇറ്റലി. ഇറ്റലിയിലായിരുന്നു ഇവർ ജനിച്ചതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. Her father was a financial manager for a state-run industry. അവരുടെ ഗവൺമെന്റ് ഇൻഡസ്ട്രിയിലെ ഒരു ഫിനാൻഷ്യൽ മാനേജർ ആയിരുന്നു. Her mother was raised in a family that prized education. അവരുടെ അമ്മ വിദ്യാഭ്യാസത്തിന് പേരുകേട്ട ഒരു ഫാമിലിയിലായിരുന്നു. She was well schooled and an avid reader, unusual for Italian women of that ടൈം. ഇവർക്ക് നല്ല വിദ്യാഭ്യാസം പാരന്റ്സ് കൊടുത്തിരുന്നു. അതേപോലെ അവിടെയുള്ള ഇറ്റാലിയൻ വുമൻസിന്റെ ഒരു ലീഡർ അല്ലെങ്കിൽ റീഡർ ആയിരുന്നു. ഒരു ഷി വാസ് എൻ avid reader, unusual for Italian women at that time. അവരുടെയൊക്കെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. The same thirst for knowledge took root in young Maria and she immersed herself in many fields of study before creating the educational method that bears her name. അവർ ഈ ഒരു മെത്തേഡ് അവരുടെ പേരിൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ എന്ത് ചെയ്തിരുന്നു, ധാരാളം കാര്യങ്ങൾ ഓരോ ഫീൽഡിലുള്ള എഡ്യൂക്കേഷണൽ മെത്തേഡുകളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടാണ് അവർ സ്വന്തമായിട്ട് അവരുടെ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പേര് വെച്ച് ഒരു എഡ്യൂക്കേഷണൽ മെത്തേഡ് ഉണ്ടാക്കുന്നത്. In the years following and for the rest of her life, Maria dedicated herself to advancing her child-centered approach to education. നമ്മൾ ഓൾറെഡി പറഞ്ഞു. Then she lectured widely, wrote articles and books and developed a program to prepare teachers in the Montessori method. അപ്പോൾ ആദ്യം കുട്ടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വേൾഡ് മുഴുവൻ സഞ്ചരിച്ച് നല്ലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ട് എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ടീച്ചർമാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീച്ചർമാരെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്സും ആർട്ടിക്കിൾസ് ഒക്കെ ഇവർ സ്വയം എഴുതി. Through her efforts and the work of her followers, Montessori education was adopted worldwide. അവരുടെ അതികഠിനമായ എഫേർട്സും അതേപോലെ അതിന് അവരെ സപ്പോർട്ട് ചെയ്ത അവരുടെ ഫോളോവേഴ്സ് എല്ലാവരും കൂടെ ഇത് എന്താക്കിയെടുത്തു, ഈ
ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ മെത്തേഡിന് വേൾഡ് വൈഡ് ലോകത്തിൽ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് മെത്തേഡാക്കി ഉയർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചു. മരിയ മോണ്ടിസോറി പെർസ്യൂഡ് ഹെർ ഐഡിയാസ് ഇൻ ടർബുലന്റ് ടൈംസ്, ലിവിങ് ത്രൂ വാർ ആൻഡ് ഇതൊക്കെ ഞങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. അവര് നടത്തിയ സ്ട്രഗിളുകളെ കുറിച്ചൊക്കെ ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ. എഡ്യൂക്കേഷൻ, ബട്ട് ഷീ കുഡ് ഡു little to avoid ensnared in world events. Traveling in India in 1940 when hostilities between Italy and Great Britain broke out, she was forced to live in exile for the remaining years of war. There she took an opportunity to train teachers in her method. അപ്പോൾ ഇവർ ഇന്ത്യയിൽ വന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇറ്റലിയിൽ വാർ നടന്ന സമയത്താണ് ഇവർ ഇന്ത്യയിലേക്കൊക്കെ വന്നത്. അങ്ങനെയാണ് അവർ ഇന്ത്യൻ ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് കാരണമായതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജസ്റ്റ് അവരുടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അവര് ഈ ലോകത്തോട് വിട പറഞ്ഞത് മെയ് 6-ാം തീയതിയാണ്, മെയ് 6, 1952. ആൻഡ് ഷീ വാസ് നോമിനേറ്റഡ് ടു ദ നോബൽ പ്രൈസ് ത്രൈസ്. 3 തവണ അവര് നോബൽ എന്ന സമ്മാനത്തിന് അവരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് അവരെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എയിംസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. എന്താണ് മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ മെയിൻ എയിം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തത്, assist children in their mental and physical ability to work appropriately in the environment. അതായത് നമ്മളുടെ നോർമൽ എൻവയോൺമെന്റിൽ അവരായിരിക്കുന്ന ആ സാഹചര്യത്തിൽ കുട്ടികൾക്ക് മെന്റലിയും ഫിസിക്കലിയും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള അസിസ്റ്റൻസ്. വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവര് ഇപ്പൊ ഓടേണ്ട പ്രായമാണെങ്കിൽ ഓടുക, ചാടേണ്ട സമയമാണെങ്കിൽ ചാടുക, കളിക്കുക, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോ നമുക്കറിയാം ഓരോ കുട്ടികൾ ചിലപ്പോ നമുക്കിപ്പോ ഈ ഗവൺമെന്റിൽ നിന്നൊക്കെ ഒരു അമ്മയും കുഞ്ഞും കാർഡ് കിട്ടുമ്പോൾ ഓരോ മാസത്തിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഒരു കുട്ടിയിൽ ഉണ്ടാവേണ്ടത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എഴുതി തരാറുണ്ടല്ലോ. ഏത് പ്രായം മുതലാണ് അവർ സംസാരിക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണ് അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ വരുന്നത്, എപ്പോഴാണ് അവർ പിച്ച വെക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണ് അവർ ഓടാൻ തുടങ്ങുന്നത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തരാറുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ അവരുടെ മെന്റലി ഫിസിക്കലി എബിലിറ്റി ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ മോണ്ടിസോറിയുടെ എയിം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, allow children to have freedom coupled with responsibility. കുട്ടികൾക്ക് തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയുള്ള ഫ്രീഡം അനുവദിക്കുക എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ കളിക്കുന്ന സാധനമാണെങ്കിൽ പോലും അത് റെസ്പോൺസിബിൾ ആണെന്നുള്ള ഉത്തരവാദിത്തം, അത് അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് എന്നൊക്കെയുള്ള പരസ്പരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ടതാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കാനുള്ള എയിം അല്ലെങ്കിൽ ലക്ഷ്യമാണ് മോണ്ടിസോറി ഇതിനകത്ത് ചെയ്യുന്നത്. ദെൻ ക്രിയേറ്റ് ഇൻ ദ ചൈൽഡ് സെൻസ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, മോട്ടിവേഷൻ, സെൻസിറ്റിവിറ്റി ടു തിങ്സ് അറൌണ്ട് ഹിം. കുട്ടികളിൽ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക, അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ അവരുടെ ചുറ്റുമുള്ള സാധനങ്ങളോടുള്ള സെൻസിറ്റിവിറ്റി അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളിൽ എന്ത് ചെയ്യുക, ഒരു സെൻസ് വളർത്തിയെടുക്കുക എന്നുള്ള അല്ലെങ്കിൽ ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്കിൽസ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്, ഫിസിക്കൽ കോർഡിനേഷൻ ആസ് വെൽ ആസ് കോഗ്നേറ്റീവ് പ്രിപ്പറേഷൻ. കുട്ടികളിൽ സാമൂഹിക വൈകാരികമായ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കലി മെന്റലി ഇമോഷണലി ഏത് രീതിയിലാണെങ്കിലും അവർക്ക് നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ സ്കില്ലുകളുടെയൊക്കെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ദെൻ ഹെൽപ്പ് ദ ചിൽഡ്രൻ അക്വയർ എ സെൻസ് ഓഫ് കോമൺ ഹ്യൂമാനിറ്റി ദാറ്റ് ബൈൻഡ്സ് ദ പീപ്പിൾ ഓഫ് ഓൾ റേസസ്. നമ്മളുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ അംഗീകരിക്കുന്ന രീതിയിൽ, അതായത് അവരുടെ ഇപ്പൊ പ്ലേ ക്ലാസ്സിലാണെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികളെ അംഗീകരിക്കാനും അവർക്ക് ഷെയറിങ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു കുട്ടികൾക്ക് എന്താ പറയുന്നത് ഒരു സഹായം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ കറക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ നമ്മളിപ്പോൾ പറയുന്ന 5 10 മെയിൻ ആയിട്ട് വരുന്നത്. അടുത്തത്, ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് സ്കൂൾ ആൻഡ് ലേണിംഗ്. അതേപോലെ സ്കൂളും വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ചെറുപ്പത്തിലെ മുതൽ വളർത്തിയെടുക്കുക. ഫോം എക്സ്റ്റെൻഡഡ് ഹാബിറ്റ്സ് ഓഫ് കോൺസെൻട്രേഷൻ, ഇനീഷ്യേറ്റീവ് ആൻഡ് പെർസിസ്റ്റൻസ്. അതേപോലെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ, പിന്നെ ഇനീഷ്യേറ്റീവ് മുമ്പോട്ട് കയറി വരാൻ അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങാനായിട്ടുള്ളത്, പെർസിസ്റ്റൻസ് ഒരെണ്ണത്തിൽ നിലനിൽക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ടോപ്പിക്കുകളിൽ അവർക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ചെയ്യാനുമായിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക. പ്രൊവൈഡ് എ കെയർഫുള്ളി പ്ലാൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വെർ ചിൽഡ്രൻ ആർ ഫ്രീ ടു റെസ്പോണ്ട് ടു ദെയർ നാച്ചുറൽ ഡ്രൈവ് ടു വർക്ക് ആൻഡ് ലേൺ. അതേപോലെ കുട്ടികൾക്ക് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫ്രീ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനും അതേപോലെ
പ്ലാന്റ് സ്റ്റിമുലേറ്റ്, അവർക്ക് നല്ലൊരു എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അവേക്കൻ ദ ചൈൽഡ് സെൻസ് ഓഫ് ഇമാജിനേഷൻ, കുട്ടികളിലെ ചിന്താശേഷി വർദ്ധിപ്പിക്കുക, അതിനാണ് ഈ ടൂൾസ് ഒക്കെ അധികം ഉപയോഗിക്കുന്നത്. ദെൻ എൻകറേജ് ദ ചൈൽഡ്സ് ഇൻഹെറിറ്റ് ലവ് ഓഫ് ലേണിംഗ്, കുട്ടികളിൽ ലേണിംഗ് ഇൻഹെറിറ്റ് ലവ് ഓഫ് ലേണിംഗ്, കുട്ടികളിൽ എന്താ പറയുന്നത്, സ്നേഹം എന്നുള്ളത് ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്പാദിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ്, തത്വങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിന് 8 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ദ മൂവ്മെന്റ് ആൻഡ് കൊഗ്നീഷൻ ആർ ക്ലോസ്ലി entwined and movement can enhance thinking and learning. അപ്പോൾ മൂവ്മെന്റും കൊഗ്നീഷനും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, കാരണം അത് തിങ്കിങ്ങിനും ലേണിങ്ങിനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. The learning and well-being are improved when people have a control over their lives. Learning and well-being are improved. എപ്പോഴാണ് ഇത് രണ്ടും, ലേണിങ്ങും അല്ലെങ്കിൽ എന്താ പറയുക നല്ല സാഹചര്യത്തിലുള്ള വെൽബീയിങ്, നമ്മൾ നല്ല സെറ്റിൽഡ് ആയിരിക്കുക എന്ന് പറയില്ലേ, അതെപ്പോഴാണ് ഒരു വ്യക്തിക്ക് നടക്കുന്നത്, അവർക്ക് അവരുടെ കൺട്രോൾ, ജീവിതത്തെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമ്പോഴാണ് നല്ല ലേണിങ്ങും അല്ലെങ്കിൽ വെൽബീയിങ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ ചെറുപ്പത്തിലെ മുതൽ ശീലിപ്പിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു വലുതായി വരുമ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. People learn better when they are interested in what they are learning. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇവരുടെ മെത്തേഡിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് എന്താണോ താല്പര്യം അതിൽ, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം ലേണിംഗ് നടക്കുള്ളൂ. അപ്പോൾ പീപ്പിൾ ലേൺ ബെറ്റർ വെൻ ദേ ആർ ഇൻട്രസ്റ്റഡ്, അവർക്ക് എന്തിലാണോ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത് അതിൽ അവർ കൂടുതൽ ലേണിംഗ് നടത്തും. Tying extrinsic rewards to an activity like money for regarding or high grades for tests negatively impacts motivation to engage in the activity when the reward is withdrawn. ഇനി കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ചില ടെസ്റ്റിന് നല്ല മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, നെഗറ്റീവ്ലി ഇമ്പാക്ട് മോട്ടിവേഷൻ, അത് മോട്ടിവേഷനെ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അതെപ്പോഴാണ്, അവർക്കത് കിട്ടാതെ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ അത് പിൻവലിക്കപ്പെടുന്ന സാഹചര്യത്തിലോ എന്ത് പറ്റും, ഈ പോസിറ്റീവ് ആയിട്ടായിരിക്കില്ല അതിനെ കാണുന്നത്, അതിനെ നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ കൊളാബറേറ്റീവ് അറേഞ്ച്മെന്റ്സ് ക്യാൻ ബി വെരി കണ്ടക്റ്റീവ് ടു ലേണിംഗ്. കൊളാബറേറ്റീവ് അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ദെൻ ലേണിംഗ് സിറ്റുവേറ്റഡ് ഇൻ മീനിങ്ഫുൾ കോണ്ടെക്സ്റ്റ് ഈസ് ഓഫൺ ഡീപ്പർ ആൻഡ് റിച്ചർ ദാൻ ലേണിംഗ് ഇൻ അബ്സ്ട്രാക്ട് കോണ്ടെക്സ്റ്റ്. അബ്സ്ട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്യാപ്സ്യൂള് പോലെ എന്തിനെങ്കിലും കുറിച്ചൊക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വളരെ മീനിങ്ഫുൾ ഡീപ്പർ ആയിട്ട് അവർക്ക് വിശദമായി ആഴത്തിൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ഈ ക്യാപ്സ്യൂള് പോലെ പറഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തിരിയണം എന്നില്ല. അതേസമയം അവർക്ക് അത് വിശദമായി അവർ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് തിരിച്ചുത്തരം കൊടുത്ത് അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറെ കൂടെ എഫക്റ്റീവ് ആവുന്നത്. ദെൻ പർട്ടിക്കുലർ ഫോംസ് ഓഫ് അഡൾട്ട് ഇന്ററാക്ഷൻ ആർ അസോസിയേറ്റഡ് വിത്ത് മോർ ഒപ്റ്റിമൽ ചൈൽഡ് ഔട്ട്കംസ്. അതേപോലെ മുതിർന്നവരുടെ ഇന്ററാക്ഷൻ ആണ് കൂടുതൽ കുട്ടികളിൽ നിന്നുള്ള ഔട്ട്കം, അല്ലെങ്കിൽ ചൈൽഡ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതിന്റെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അഡൽട്ടിന്റെ ഇന്ററാക്ഷൻ വഴിയാണ്. ഓർഡർ ഇൻ ദ എൻവയോൺമെന്റ് ഈസ് ബെനിഫിഷ്യൽ ടു ചിൽഡ്രൻ. എൻവയോൺമെന്റൽ ഓർഡർ നമ്മൾ പറഞ്ഞ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ അതിന്റെ ഒരു ഓർഡറിൽ പോകുന്നത് കുട്ടികൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടത്. ആദ്യം കണ്ട 10 പോയിന്റുകൾ എയിംസ് ആയിരുന്നു. രണ്ടാമത് കണ്ട 8 പോയിന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫിലോസഫി ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു മോണ്ടിസോറി there were certain things that were very important for a child's natural development. ഒരു കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന് കുറെ കാര്യങ്ങൾ എന്താ പറയുന്നത് ഉത്തരവാദിത്തം വഹിക്കുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തതാണ് നാച്ചുറൽ സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. മോണ്ടിസോറി സോ ദാറ്റ് ചിൽഡ്രൻ ഹെൽഡ് വിത്തിൻ ദം something wonderful, something so special that it could be the key to change the world. കുട്ടികളിൽ എന്താ കുറെ മനോഹരമായ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതിന് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. She saw that they were inherently good and that if allowed to develop freely
They felt connected to everything and were naturally caring to each other and the world around him. അവരെ ഫ്രീ ആയിട്ട് വിട്ടാൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ കാലിബർ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവരെ ഫ്രീ ആയിട്ട് ഇതിലൊക്കെ വേണ്ടിയിട്ട് വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് എല്ലാത്തിനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അവരുടെ അവരിലുള്ള മെയിൻ കഴിവിനെ അവർക്ക് എല്ലാത്തിനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അവർക്ക് കെയറിങ്ങിലേക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ഈ ലോകത്തെ കെയർ ചെയ്ത് ആ കഴിവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് സാധിക്കും. The more that she worked with the children, the more convinced she was that they had precise inner guides and that the work of adults was to help them to be all they could be. അതായത് കൂടുതലും അവര് കുട്ടികളോടൊപ്പം വർക്ക് ചെയ്തപ്പോഴാണ് അവർക്ക് കുറെ മനസ്സിലായത് ഈ കുട്ടികളിൽ കുറെ നല്ല നല്ല അറിവുകൾ അല്ലെങ്കിൽ ഗൈഡുകളുണ്ട്. അത് അവർ മുതിർന്നവരോടൊപ്പം കൂടി ചെയ്യുമ്പോൾ അതിനാണ് ഒരു ടീച്ചറിന്റെ സഹായമൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അവരിലുള്ള കഴിവുകളെ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഒരു നല്ലൊരു കോർഡിനേഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു അധ്യാപികയ്ക്ക് വരുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ചിൽഡ്രൻ ത്രൈവ് ഓൺ ഓർഡർ ആൻഡ് സ്ട്രക്ചർ. ഓർഡർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദ ലൈഫ് ഓഫ് യങ് ചിൽഡ്രൻ. നമ്മളൊരു ഓർഡർ സ്ട്രക്ചർ പറയാറുണ്ട്. ഒന്ന് അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു ഓർഡറിൽ നമ്മൾ പറയാറുണ്ട്. ഇനി അവരുടെ ആക്ടിവിറ്റി അങ്ങനെ ഒരു ഓർഡറിലൊക്കെ അവരെ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഓർഡറിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. Order consists in recognizing the place for each object in relation to its environment and in remembering where each thing should be. അതായത് ഒരു സാധനം എവിടെ വെക്കണം, അത് ഒരു പ്രോപ്പർ ഓർഡർ ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം. ഇഫ് സപ്പോസ് സ്കൂളിലാണ് എന്തുള്ളത്, ബെഞ്ച്, ഡെസ്ക്, അങ്ങനത്തെ സംഭവങ്ങളുള്ളത് സ്കൂളിലാണെങ്കിൽ, വീട്ടിലാണ് എന്ത്, ബെഡ് അല്ലെങ്കിൽ അൽമര, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് വീട്ടിലാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനങ്ങൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ആ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചറിയാനായിട്ട് ഈ ഓർഡറിങ് അല്ലെങ്കിൽ ഈ ഓർഡർ അവരെ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവർക്ക് ഈ ഒരു ഓർഡർ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം ഏതാണ് അല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റ് ഏതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. സച്ച് അവയർനെസ് ഈസ് എസെൻഷ്യൽ ഫോർ എ ചൈൽഡ് ടു ഫീൽ സെക്യൂർ വിത്തിൻ ഇറ്റ്സ് എൻവയോൺമെന്റ് ആൻഡ് ടു ബിൽഡ് ഓൺ എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് അവർക്ക് ഈ എൻവയോൺമെന്റ് ആയിട്ട് എന്താ പറയുന്നത്, ഫീൽ സെക്യൂർ, അവർക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും. അതേപോലെ അവർക്ക് കുറച്ചുകൂടി സുരക്ഷിത ബോധം ഉണ്ടായിരിക്കും. ആൻഡ് ടു ബിൽഡ് ഓൺ എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ്, അതേപോലെ ഈ എക്സ്പീരിയൻസിൽ കുറച്ചുകൂടി അവർക്ക് ഉയർന്നു വരാം. അതായത് ഇപ്പോൾ അവർക്കറിയാം വീട്ടിൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങളാണ്, അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് കുറച്ചുകൂടി മുന്നോട്ട് അവർ വളരുന്നതനുസരിച്ച് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ഗ്രേറ്റ് എംഫസിസ് ഈസ് therefore put an order within Montessori classroom. അതുകൊണ്ടാണ് ഈ മോണ്ടിസോറി അപ്പാരറ്റസ് ഒക്കെ വെക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓർഡറിലായിരിക്കും ഈ അപ്പാരറ്റസ് ഒക്കെ വെക്കുന്നത്. അത് ഇവരിൽ ഈ ഒരു ഓർഡർ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഓർഡർ എന്നുള്ള വാക്ക് അവർക്ക് മനസ്സിലാവുന്നതിനും അതേപോലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ആ ഓർഡർ എവിടെയും ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്ന ചിൽഡ്രൻ മൂവ് ത്രൂ സെൻസിറ്റീവ് പീരീഡ്സ്. Maria Montessori believed that children pass through phases in which at certain stages throughout their development they have a predisposition or sensitivity to learning a specific skill. അവർക്ക് ആ ഒരു സ്കില്ല് പഠിക്കുന്നത് കാരണം ഇപ്പോൾ ചെറിയ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ലേണിംഗ് കപ്പാസിറ്റി ഉള്ള സമയം എന്ന് പറയുന്നത്. കാരണം ഏത് ലാംഗ്വേജും അവർക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചെറിയ പിള്ളേർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജ് ആണെങ്കിലും അവർ പെട്ടെന്ന് അതിനോട് അഡാപ്റ്റ് ആവും അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ ആയിരിക്കും അവർക്ക്. അപ്പൊ ഇതെല്ലാം വരുന്നത് ആ ഒരു പീരീഡിൽ അല്ലെങ്കിൽ ഈ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു കാര്യത്തിനോട് ഒരു നല്ലൊരു ലേണിംഗ് സ്പെസിഫിക് സ്കില്ലുകൾ ഉണ്ടായിരിക്കും, ഇതിനോടെല്ലാം സെൻസിറ്റീവ് ആയിരിക്കും ഇതിനോട്. അപ്പോൾ ദീ സ്റ്റേജസ് ആർ കോൾഡ് സെൻസിറ്റീവ് പീരീഡ്സ്. അതുകൊണ്ടാണ് ഈ ചെറിയ കാലഘട്ടത്തിനെ അല്ലെങ്കിൽ ഈ ഒരു പീരീഡിനെ സെൻസിറ്റീവ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈച്ച് പീരീഡ് ലാസ്റ്റ് ഫോർ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ചൈൽഡ് ടു അക്കംപ്ലിഷ് എ പർട്ടിക്കുലർ സ്റ്റേജ് ഇൻ ഹിസ് ഡെവലപ്മെന്റ്. അത് ഒരു കുട്ടിയിൽ എത്ര നാൾ നിലനിൽക്കും, ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആകുന്നത് വരെ ആ കുട്ടിയിൽ ഈ സെൻസിറ്റീവ് പീരീഡ് നിലനിൽക്കും. These periods of sensitivity are transitory, and when the aim of period is accomplished to special sensitivity simply falls away. In other words, it reaches its peaks and dies away. അതായത്
ആ ഒരു കാര്യം അല്ലെങ്കിൽ എന്താണോ അവർക്ക് ഉണ്ടായിരുന്ന ആ സെൻസിറ്റീവ് സ്കിൽ എന്ന് പറയുന്നത് അത് അതിന്റെ മാക്സിമത്തിലെത്തി കുട്ടികൾക്ക് അത് വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അത് അവരിൽ നിന്ന് മാഞ്ഞു പോകുന്നു. അതാണ് ഡൈസ് അവേ. ദീസ് സെൻസിറ്റീവ് പീരീഡ്സ് ക്യാൻ ബി തോട്ട് തോട്ട് ഓഫ് എസ് മൊമെന്റ്സ് ഓഫ് റെഡിനെസ് ഫോർ ലേണിംഗ്. ഈ സെൻസിറ്റീവ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള എന്താ പറയുന്ന ഒരു ലേണിങ്ങിനുള്ള റെഡിനെസ് ആണ്, റെഡി ടു ലേൺ, അതാണ് അവരുടെ ആ പീരീഡ് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് പീരീഡ്സ് അപ്പിയർ ആസ് ആൻ ഇന്റൻസ് interest for repeating certain actions and over again until out of repetition a new skill emerges and is mastered. അതായത് ഈ സ്കില്ലിന് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു കാര്യം ആദ്യം ചെയ്തു, അത് ചിലവർ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ചെയ്യുന്നു, അഗെയിൻ ആൻഡ് അഗെയിൻ. അത് കഴിഞ്ഞതൊരു അൺടിൽ, നമ്മൾ ഇന്ന സമയം വരെ, ഇനി അതിന്റെ റെപ്പിറ്റേഷൻ ഇല്ലാത്തൊരവസ്ഥ, അതിന്റെ മാക്സിമം ലെവലിൽ. ഇപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പഠിച്ചു, എല്ലാം നമുക്കിപ്പോൾ കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. കുട്ടികൾ നടക്കാൻ പഠിക്കുന്നു. ആദ്യം എന്ത് ചെയ്യും, കാല് വെക്കും, അവർ വീഴും, വീണ്ടും അവർ ശ്രമിക്കും, അങ്ങനെ അവർ കുറേ തവണ ശ്രമിക്കും. അത് കഴിയുമ്പോൾ അവരൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ 1-2 അടി വെക്കാൻ തുടങ്ങും. അതിന്റെ പിന്നെ അത് കൈ പിടിച്ചൊക്കെ നടക്കുന്ന സമയം വരും. അതിന് ശേഷമാണ് കൈ വിട്ടിട്ട് 1-2 അടിയൊക്കെ വെക്കാൻ തുടങ്ങുന്നത്. പിന്നെ ആ റെപ്പറ്റീഷൻ മെല്ലെ മെല്ലെ ഒഴിവാകാൻ തുടങ്ങും. അവർ മുന്നോട്ട് മുന്നോട്ട് അവർക്ക് നടക്കാൻ പറ്റും. അങ്ങനെയാണ് എന്താവുന്നത്, അവര് സ്കില്ല് നേടിയെടുക്കുന്നത്, നടക്കുക എന്നുള്ള സ്കില്ല് നേടിയെടുക്കുന്നത്. അവസാനം എന്താകുന്നു, കുട്ടി അതില് മാസ്റ്റർ ആകുന്നു. അപ്പോഴാണ് അവൻ എന്ത് പഠിക്കുന്നത്, ഓടാൻ പഠിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഇവർ ഉദ്ദേശിച്ച ഈ സെൻസിറ്റീവ് പീരീഡ് എന്നുള്ളത് മനസ്സിലായോ? These sensitive periods manifest themselves by a pattern of behavior. ഒരു ബിഹേവിയറൽ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മളിത്, അല്ലെങ്കിൽ എന്താ പറയുക, മാനിഫെസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? എനിക്ക് നിങ്ങളുടെ ആരുടെയും മുഖം കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ക്ലിയർ ആയോ? ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് പറയാവോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ഓക്കെ ക്ലിയർ ആയി. ഓക്കെ. സോ ഇനിയിപ്പോ നമുക്ക് 4 മിനിറ്റ് കൂടെ ഉള്ളൂ. അടുത്ത ടോപ്പിക് തുടങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഒരു മിനിറ്റ്. മിസ്സിന്റെ പേര് ഹരിതാബിസ് ആണല്ലോ? എന്താ ലിബിന? ഹരിതാബിസ് അല്ലേ ഇത്? അല്ല, എന്റെ പേര് അനു. അല്ല, അതിന്റെ മുന്നേ മിസ് ആദ്യമായിട്ട് എടുക്കുകയാണോ ഒന്ന്? അല്ല, ഞാൻ എടുത്തിരുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അത് ഹരിത മിസ് കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ ഞാൻ ഈ സബ്ജക്ട് എടുക്കുന്നത് മെത്തഡോളജി ഓഫ് മോണ്ടിസോറി ടീച്ചിങ് ആണ് എടുക്കുന്നത്. സൗണ്ട് ഒരുപോലെ തോന്നുന്നുണ്ട്. എന്താണ് കേട്ടില്ല? ഈ മിസ്സിന്റെ സൗണ്ട് ഒരുപോലെ ഉണ്ട്, അതായത് ചോദിച്ചത്. ഞങ്ങൾ ഒരേ നാട്ടിൽ നിന്ന്, അതുകൊണ്ടായിരിക്കും. ഓക്കെ. അപ്പോ നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചിൽഡ്രൻ ലേൺ ത്രൂ ദെയർ സെൻസസ്. അവരുടെ സെൻസസിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. മരിയ മോണ്ടിസോറി believed that nothing comes into the mind except through the senses. അത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചെറിയ കാര്യങ്ങള് നമ്മൾ തൊട്ടും കണ്ടും അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിനെ ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. നമ്മളുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ മുന്നിൽ തിരി കത്തിച്ചു വെച്ചിട്ട് നമ്മൾ അത് തീയാണ് മോനെ, തീയാണ് മോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചിന് എപ്പോഴെങ്കിലും അതിനെ ചൂട് തട്ടിയാലേ പേടി വരുള്ളൂ. അപ്പൊ അത് സെൻസ്, അത് കുട്ടിക്ക് അത് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞപ്പോഴാണ് അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് കയറിയത്. അതേപോലെ തന്നെ നമ്മൾ പല അപകടങ്ങളും പറയും. ചിലപ്പോ ചെറിയ മക്കളല്ലേ ഈ പ്രാണികളെയും പുഴുവിനെയൊക്കെ തൊടും. അപ്പൊ നമ്മൾ പറയാ തൊടരുത് തട്ടരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അവരെപ്പോഴെങ്കിലും തൊട്ട് അവർക്ക് എന്തെങ്കിലും അവരുടെ കയ്യിൽ ഒരു പാടോ അല്ലെങ്കിൽ എന്താ പറയുക തണർത്തൊക്കെ വരുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ ഡ്യൂറിങ് ദ ഇയേഴ്സ് ബിറ്റ്വീൻ 3 and 6, അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിലൂടെ, ഈ സെൻസസിലൂടെ ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നവരുടെ ഏജ് എന്ന് പറയുന്നത് ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ളതാണ്. As children to develop their senses, their attention is directed towards the environment. She believed that children loved working with beautiful objects, so all the materials were prepared in the greatest care. അപ്പോൾ നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡിൽ ഉപയോഗിക്കുന്ന കൂടുതൽ സാധനങ്ങളും ഈ ഒരു അവർക്ക് ഫീൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായതുകൊണ്ടാണ് അത് എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? ക്ലിയർ. ഓക്കെ. ക്ലിയർ.
ചിൽഡ്രൻ നീഡ് ഫ്രീഡം. അടുത്ത ടോപ്പിക്കാണ് പറയുന്നത് ചിൽഡ്രന് എന്ത് വേണം? സ്വാതന്ത്ര്യം വേണം. മോണ്ടിസോറി സോ ഫ്രീഡം ആസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ അലൗവിംഗ് ചിൽഡ്രൻ ടു ഡെവലപ്പ് ആസ് സ്പോണ്ടേനിയസ് ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽസ്. നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കി എടുക്കാനായിട്ട് എന്ത് വേണം? അവർക്ക് ഫ്രീഡം വേണം. അല്ലാതെ നമ്മൾ എപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരാനുള്ള ചാൻസ് ഉണ്ടാവുമോ? ഇല്ല. അവർക്ക് അത് അവരുടെ മുന്നിലുള്ള കാര്യം തൊട്ട് അറിഞ്ഞ് സെൻസ് ചെയ്ത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുള്ളൂ. എന്ന് വിചാരിച്ച് നാളെ മക്കളെ നമ്മൾ ഉപദ്രവിക്കും എന്നുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളല്ല. എന്നിരുന്നാൽ പോലും അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ അവർ തൊട്ടറിഞ്ഞ് തന്നെ വേണം വളരാൻ. പണ്ടൊക്കെ മണ്ണി കളിക്കുമ്പോൾ അത് ഭയങ്കര ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ ഒരിടയ്ക്ക് നമ്മളുടെ പാരന്റ്സ് ഒക്കെ ആയിരുന്നപ്പോ എങ്ങനെയായിരുന്നു? അവര് മണ്ണിലൊക്കെ ശരിക്ക് കളിച്ചിട്ട് വന്നവരായിരുന്നു. അത് കഴിഞ്ഞപ്പോ കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും സ്കിന്നിൽ ഡിസീസ് ഒക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മണ്ണായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് വിചാരിച്ച് മറ്റു ടൈപ്പ് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് മണ്ണില് നമ്മൾ കളിച്ച പോലെ മണ്ണായിട്ട് ബന്ധപ്പെട്ട് അപ്പം ചുട്ട് കളിക്കുകയോ അല്ലെങ്കിൽ നേച്ചറായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫ്രീഡം ഇല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാരത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സാൻഡ് പ്ലേ ഒക്കെ വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് മണ്ണ് കൊണ്ട് കളിക്കാൻ കുറച്ച് സമയം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. വാട്ടർ പ്ലേ, സാൻഡ് പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. She saw the role of education as providing environments in which children could be set to follow their natural impulses to become wonderfully dynamic natural learners they were designed to be. അവർക്ക് അവരുടേതായ ഏറ്റവും നല്ല രീതിയിൽ ഡൈനാമിക് ആയിട്ട് നാച്ചുറൽ ലേണേഴ്സ് ആയിട്ട് അവർ വളർന്നു വരുന്നതിന് അവരേറ്റവും ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്നാണ് ഈ മരിയ മോണ്ടിസോറി കണ്ടെത്തിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഡെയിലി നമ്മളുടെ മുന്നിലൂടെ നമ്മളുടെ ക്ലാസ്സുകളിലൂടെ പോകുന്ന മക്കൾ ഇതെല്ലാത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതൊരു തിയറി പോർഷൻ പോലെ വീണ്ടും പറയുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരുന്നു ഞാൻ ഈ സബ്ജക്റ്റിന്റെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞത് ഇത് ജസ്റ്റ് ഒരു തിയറി പോലെ പറയുന്നേ ഉള്ളൂ. ഈ മോണ്ടിസോറി മെത്തേഡ് എല്ലാം തന്നെ ഡെയിലി നമ്മളുടെ കൺമുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇന്നിപ്പോ ലെസ് ദാൻ 1 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോ വൈൻഡപ്പ് ചെയ്യാം.